സഭാപ്രസംഗി അദ്ധ്യായം 4. ദൈവമേ, നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ആമേൻ. പിന്നെയും ഞാൻ സൂര്യനു കീഴെ നടക്കുന്ന പീഡനങ്ങളെല്ലാം കണ്ടു. പീഡിതർ കണ്ണുനീർ വാർക്കുന്നു. അവർക്ക് ആശ്വാസപ്രദൻ ഇല്ല. അവരെ പീഡിപ്പിക്കുന്നവരുടെ കൈയാൽ അവർ പീഡനം അനുഭവിക്കുന്നു. എന്നിട്ടും അവർക്ക് ആശ്വാസദായകനില്ല. ആകയാൽ ഇപ്പോൾ ജീവനോടിരിക്കുന്ന ജീവനുള്ളവരേക്കാൾ മുമ്പേ തന്നെ മരിച്ചു പോയിരിക്കുന്ന മൃതന്മാരെ ഞാൻ പ്രശംസിച്ചു. ഈ രണ്ടു കൂട്ടരേക്കാളും ഇതുവരെ ജനിക്കാത്തവനും സൂര്യനു കീഴെ നടക്കുന്ന ദുഷ്പ്രവൃത്തിയെ കാണാത്തവനുമായ മനുഷ്യൻ ഭാഗ്യവാൻ. സകല പ്രയത്നവും സമർത്ഥരായ പ്രവർത്തനം എല്ലാം ഒരുവന് തൻ്റെ കൂട്ടുകാരനേക്കാൾ തീവ്രമായ ആഗ്രഹത്തിൽ നിന്നുളവാകുന്നു എന്ന് ഞാൻ കണ്ടു. അതും മായയുടെ പ്രയത്നമത്രേ. മൂടൻ കയ്യും കെട്ടിയിരുന്ന് മാംസം തിന്നുന്നു. രണ്ട് കൈയും നിറയെ അധ്വാനത്തെയും വൃഥാ പ്രയത്നത്തെയും കാൾ ഒരു കൈ നിറയെ വിശ്രമം അധികം നല്ലത്. ഞാൻ പിന്നെയും സൂര്യനു കീഴെ മിഥ്യയെ കണ്ടു. ഏകാകിയായ ഒരുവൻ, അവന് ആരുമില്ല, മകനില്ല, സഹോദരനുമില്ല. എങ്കിലും അവൻ്റെ പ്രയത്നത്തിന് ഒന്നിനും അവസാനമില്ല. അവൻ്റെ കണ്ണിന് സമ്പത്ത് കണ്ട് തൃപ്തി വരുന്നതുമില്ല. എന്നാൽ ഞാൻ ആർക്കു വേണ്ടി പ്രയത്നിച്ചു സുഖാനുഭവം ത്യജിക്കുന്നു എന്ന് അവൻ ചിന്തിക്കുന്നില്ല. ഇത് മായയും വല്ലാത്ത കഷ്ടതയും അത്രേ. ഒരുവനേക്കാൾ ഒരുവൻ ഏറെ നല്ലത്. അവർക്ക് തങ്ങളുടെ പ്രയത്നത്താൽ നല്ല പ്രതിഫലം കിട്ടും. വീണാൽ ഒരുവൻ മറ്റവനെ എഴുന്നേൽപ്പിക്കും. ഏകാകി വീണാലോ അവനെ എഴുന്നേൽപ്പിപ്പാൻ ആരുമില്ലായ്ക കൊണ്ട് അവന് അയ്യോ കഷ്ടം. രണ്ടുപേർ ഒന്നിച്ചു കിടന്നാൽ അവർക്ക് ചൂട് കിട്ടും. ഒരുത്തൻ തന്നെ ആയാലോ എങ്ങനെ ചൂട് കിട്ടും? ഒരുത്തനെ ആരെങ്കിലും ആക്രമിച്ചാൽ രണ്ടുപേർക്കും അവനോട് എതിർത്ത് നിൽക്കാം. മൂപ്പിരിച്ചരട് വേഗത്തിൽ പൊട്ടിപ്പോകയില്ലല്ലോ. പ്രബോധനം സ്വീകരിക്കാതെ വ്യാജനും മൂഢനുമായ ഒരു രാജാവിനേക്കാൾ ദരിദ്രനും ജ്ഞാനിയുമായ ഒരു യുവാവ് വിശിഷ്ടൻ. അവൻ ദരിദ്രനായി ജനിച്ചിട്ടും രാജാവായി വാഴേണ്ടതിന് കാരാഗൃഹത്തിൽ നിന്ന് വരുന്നു. രാജാവായി ജനിച്ചവൻ നിസ്വനായും തീരുന്നു. മറ്റവന് പകരം എഴുന്നേറ്റ യുവാവിൻ്റെ പക്ഷത്ത് സൂര്യനു കീഴെ സഞ്ചരിക്കുന്ന ജീവനുള്ളവരെല്ലാം ചേർന്നിരിക്കുന്നത് ഞാൻ കണ്ടു. അവൻ അസംഖ്യ ജനത്തിന് തലവാനായിരുന്നു. എങ്കിലും പിന്നെയുള്ളവർ അവനിൽ സന്തോഷിക്കയില്ല. അതും മായയും വൃഥാ പ്രയത്നവുമത്രേ. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോ.